ബെസ്റ്റ് സർവീസിലാണ് എനിക്ക് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് എൻ്റെ പ്ലസ് പോയിന്റ്. എൻ്റെ മകൻ ഓട്ടിസ്റ്റിക് ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അതിൽ. ഓട്ടിസം ക്ലബ്ബ് മുന്നിട്ടിറങ്ങി ഒരു ബിൽഡിംഗ് എടുത്ത് അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും അതിൽ നിന്ന് എക്സ്പേർട്ട് ആയിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട് ബേക്കറി പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ്. വൺസ് ഇറ്റ് യൂസ് ചെയ്തവരെല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യും. അത് ശരി. അപ്പോൾ ഇതൊരു കുട്ടികളുണ്ടാക്കിയത് കൊണ്ട് ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ഒരു രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിലല്ല അത് പ്രൊമോട്ട് ചെയ്യാറുമില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ 6 കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സംരംഭം തുടങ്ങാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മേഖല കണ്ടെത്തി അതിനെക്കുറിച്ച് പഠിച്ച് ആ സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു മേഖല കണ്ടെത്തി അതിൽ തൊഴിൽ ചെയ്ത് അതിൽ പ്രാവീണ്യം നേടി ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുക. അതാണോ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടിനും അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്നാൽ ഇന്ന് എന്നോടൊപ്പം സ്പാർക്കുള്ള ഈ കഥ പറയാനിരിക്കുന്നത് ഒരു മേഖല കണ്ടെത്തി അധികം ആരും അറിയാത്ത, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയായിരുന്നു. ആ മേഖലയിൽ തന്നെ പ്രാവീണ്യം നേടി നിരവധി വർഷങ്ങൾ അദ്ദേഹം അതിലൊരു എക്സ്പേർട്ടായി തൊഴിൽ ചെയ്തു, വലിയ ബ്രാൻഡുകളുമായി അസോസിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ മേഖലയിൽ തന്നെ ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. മാലാഖ കുഞ്ഞുങ്ങളാണ് അവർ. അവർക്ക് വേണ്ടി വളരെ സ്പെഷ്യലായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംരംഭകനാണ് എൻ്റെ കൂടെ സ്പാർക്കിൽ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ ബിജു ആണ് ഇന്ന് ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. ബിജു, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കൾ എൻ്റെ ഈഗിൾ ബാച്ചിൻ്റെ ലേറ്റസ്റ്റ് ഈഗിളാണ്. 105ാമത്തെ ബാച്ചിൽ കഴിഞ്ഞ ദിവസമാണ് താങ്കൾ ഈഗിളായി പുറത്തേക്ക് ഇറങ്ങിയത്, 4 ദിവസത്തെ കോച്ചിങ്ങിന് ശേഷം. പക്ഷേ താങ്കൾ പറഞ്ഞ ആ കഥ എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ചു. അതുകൊണ്ടാണ് ഈ ഹോട്ട് സീറ്റിൽ താങ്കളെ വിളിച്ചിരുത്തിയത്. ബിജുവിൻ്റെ നാട് എവിടെയാണ്? പെരുമ്പാവൂരാണ്. പഠിച്ചതൊക്കെ? ഡിഗ്രി പഠിച്ചത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ്. അതിനുശേഷം ഫുഡ് ക്രാഫ്റ്റിലൊരു 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. താങ്കളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും? ഇല്ല, മാതാപിതാക്കൾ കൃഷി കാര്യങ്ങൾ നാട്ടിൻ പുറത്തുള്ളൊരു. ശരി. അപ്പോൾ ബേസിക്കലി നിങ്ങൾ കർഷകരാണ്? അതെ, ബേസിക്കലി കർഷകരാണ്. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ തൊഴിൽ എവിടെ കണ്ടെത്തി? ആദ്യത്തെ തൊഴിൽ ഫുഡ് ക്രാഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അമാൽഗം എന്ന് പറയുന്ന സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി. ഒരു കാലത്ത് നമ്മുടെ തരകൻ സാറിന് അമാൽഗം കത്തി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. വളരെ നല്ലൊരു സമയമായിരുന്നു അത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അന്ന് വളരെയധികം കമ്പനികൾ അമാൽഗത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം വർക്ക് ചെയ്യാനൊരു സാഹചര്യം നമുക്ക് അതുകൊണ്ട് കിട്ടി. വെരി ഗുഡ്. എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? ഞാൻ 6 വർഷം ഉണ്ടായിരുന്നു അമാൽഗത്തിൽ. കേരളത്തിൽ തന്നെയായിരുന്നു? കേരളത്തിൽ 3 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം 3 വർഷം ബാംഗ്ലൂരായിരുന്നു. ഇവരുടെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് സീ ഫുഡ് പ്രൊഡക്ഷൻ വേറൊരു ചെന്നൈയിലുള്ളൊരു ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടി. അതെ, മാനേജറായി. അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആകെ 3 വർഷം കൊച്ചിയിലുണ്ടായിരുന്നുള്ളൂ. 3 വർഷം ബാംഗ്ലൂരും പിന്നെ അങ്ങോട്ടാണ് ചെന്നൈ. അതെ. അവിടെ എത്ര നാളുണ്ട്? അവിടെയും 3 വർഷം ഉണ്ടായിരുന്നു. ഇതൊരു കണക്കാണല്ലോ, 3 കൊല്ലം കൂടുമ്പോൾ. ഗുഡ്. 3 കൊല്ലം കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്തത്? അതിനുശേഷം ഞാൻ ചെന്നൈയിലുള്ള വേറൊരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. അതെ. എന്ത് പ്രോഡക്റ്റ്? അത് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് അഡിറ്റീവാണ്. അത് നമ്മൾ ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. അതിൽ ഫുഡ് ഗ്രേഡ് പ്രോഡക്റ്റാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ നിന്നാണ് സംരംഭകനാവുന്നത്? അവിടെ നിന്നാണ് സംരംഭകത്വം തുടങ്ങി വെക്കുന്നത്. ഓക്കെ. അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ്? ഏകദേശം 9 കൊല്ലം. അതെ, ഏകദേശം 9 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ട്. അത് എക്സ്പീരിയൻസ് തൊഴിൽ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വീണ്ടും ഒരു 9 വർഷത്തോളം ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണ്? ചെന്നൈയിലാണോ നാട്ടിലാണോ? നാട്ടിലാണ്, കൊച്ചിയിലാണ് തുടങ്ങിയത്. ബോംബെ, ഗുജറാത്ത് ചാർജുകളുണ്ട്. അപ്പോൾ ഇത് ആ പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ആരുടെയെങ്കിലും ഡിസ്ട്രിബ്യൂഷനാണ് എടുത്തത്? അതെ, ഞാൻ ചെന്നൈയിൽ ഒരു കമ്പനി ഇമ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കമ്പനി ഇമ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി അവരുടെ ഫുൾ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാം
ഞാൻ തന്നെയാണ് ഓക്കെ. അപ്പോൾ അതിന് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അങ്ങനെ ആവശ്യം വന്നില്ല? കാര്യമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിലുണ്ടായിരുന്നില്ല. കാരണം നമ്മൾക്ക് സീ ഫുഡിലുള്ള ഒരു കണക്ഷൻ ബേസ് ചെയ്തിട്ട് അവർ നമ്മളെ ആ വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കാര്യമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കാതെ തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്യേണ്ട, അവർ തന്നെ സ്റ്റോക്ക് നമുക്ക് തരും, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റോക്കിസ് കൺസെപ്റ്റ് പോലെ. അതെ അതെ, ആ രീതിയിലാണ്. നമുക്കൊരു മാർജിൻ ഉണ്ടാവും. അതെ അതെ, നമുക്കൊരു മാർജിൻ. അത് നന്നായി തന്നെ പോയി. പക്ഷെ അപ്പോൾ എവിടെയാണ് സ്വന്തമായിട്ട് ചെയ്യണമെന്ന ഡിസ്ട്രിബ്യൂഷൻ വിട്ടിട്ട് തോന്നുന്നത്? എത്ര വർഷം കഴിഞ്ഞാൽ? അത് 9 വർഷങ്ങൾക്ക് ശേഷമാണ്, 2015 എനിക്ക് തോന്നി ഇത് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു എന്നൊരു തോന്നൽ തോന്നി. ഓക്കെ. അപ്പോൾ നമുക്ക് കൈമുതലായിട്ടുള്ള സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ എല്ലാവരുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട്സ്, ആ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്കുള്ള കോണ്ടാക്റ്റ്, അതാണ് ഏറ്റവും വലിയ അസറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നൊരു തോന്നൽ വന്നു. എല്ലാവരിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടി. അങ്ങനെ സ്പെയിനിൽ നിന്ന് ആദ്യത്തെ കാലയളവിൽ താങ്കൾ വിവാഹിതനായോ? ഞാൻ വിവാഹിതനായിരുന്നു. ജസ്റ്റ് ആ സമയത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വിവാഹിതനായിരുന്നു. നാട്ടിലേക്ക് തന്നെ പോകുന്നു? നാട്ടിലേക്ക് പോകുന്നു. എവിടെയാണ്? കൊച്ചിയിൽ? കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ബിസിനസ് തുടങ്ങുന്നത്? അതെ, ഇവിടെയാണ് ബിസിനസ്. ഇമ്പോർട്ട്സ് ഡയറക്റ്റ് ആയിട്ടാണ്? ഇമ്പോർട്ട്സ് ഡയറക്റ്റ്. പറഞ്ഞു എവിടെന്നാണ്? സ്പെയിനിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങിയത്. സ്പെയിനിൽ നിന്ന് നമുക്ക് സ്പെയിനിൽ നിന്ന് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തായ്ലൻഡ് ജിറാക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, സ്പെയിനിൽ PH7 എന്ന് പറയുന്ന കമ്പനി. ഇത് രണ്ടും വലിയ ബ്രാൻഡുകളാണ്. ഇത് രണ്ടും വലിയ ബ്രാൻഡുകളാണ്. ഇവരുടെ ഉൽപ്പന്നം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഇവരുടെ ഉൽപ്പന്നം ഇവിടെ നിന്നുള്ള സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ കണ്ടെയ്നറായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് റീറ്റെയിലായിട്ട് എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്നു. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്പോർട്ടേഴ്സിന് ബൾക്കായിട്ടൊരു കണ്ടെയ്നർ ഇമ്പോർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആവശ്യാനുസരണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കും. ബിജു, ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല. താങ്കൾ എന്ത് പ്രോഡക്റ്റായി വിൽക്കുന്നതാണ്? സീ ഫുഡാണോ, അഡിറ്റീവ് ആണോ? ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് വിശദീകരിക്കാമോ? എന്ത് ഉൽപ്പന്നമാണ് താങ്കൾ കൊടുക്കുന്നത്? ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന സീ ഫുഡ് മെയിൻലി പോകുന്നത് US, യൂറോപ്പിലേക്കും US-ലേക്കുമാണ്. അപ്പോൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ ആയിരിക്കും മെയിനായിട്ട് പ്രൊഡക്റ്റുകൾ പോകുന്നത്. നമ്മുടെ മീനും ചെമ്മീൻ, കണവ എല്ലാം പോകുന്നത്. അപ്പോൾ അത് അവിടെ ചെന്ന് അവിടെ വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് ഇരിക്കണം. മീൻ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കടലിൽ പോയിട്ട് വരുന്ന മീനുകളൊക്കെ കുറച്ച് ക്ഷീണിച്ച അവശനൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതെ. അപ്പോൾ അതിനെ ഒന്ന് എന്താ പറയുക, കുളിപ്പിച്ച് സുന്ദരമാക്കി, അതിനാണ് ഈ അഡിറ്റീവ് ഉപയോഗിക്കുന്നത്. അതെ, അതിനാണ് ഈ ഫുഡ് അഡിറ്റീവ്. അത് വെറുതെ ഇങ്ങനെ ഇടുകയാണോ? അതൊരു പ്രോസസ്സാണോ? അതൊരു പ്രോസസ്സാണ്. ഒരു 3 to 4 hours ഉണ്ടാവും, ചിലത് 12 hours ഉണ്ടാവും. ഇത് നമ്മൾ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് യൂണിറ്റുകളിൽ ആ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് അതിനെ ഫ്രീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ ഫിഷിനെ കണ്ടാൽ ഫ്രഷ് ഫിഷ് ആയിട്ട് ചുരുക്കി പറഞ്ഞൊരു വധുവിനെ നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിൽ കയറ്റി അണിയിച്ചൊരുക്കി നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ പുട്ടിയൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന ഏർപ്പാടാണ്. അതാണ് ഈ അഡിറ്റീവ് എന്ന് പറയുന്നത്. അത്തരം അത് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബയറിന് ഇപ്പം നമ്മളിത് വാങ്ങാൻ വരുന്നവന് അതിൻ്റെ സൗന്ദര്യം കൂടെ നോക്കിയിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കിങ്ങും അട്രാക്ഷനും നോക്കിയാണല്ലോ വാങ്ങുക. അപ്പോൾ അതുപോലെ അവിടെ വിദേശ മാർക്കറ്റുകളിൽ ബയേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ്സ് അങ്ങനെയാണ്. അത് സ്റ്റാൻഡേർഡ് അതാണ്. യൂറോപ്യൻ യൂണിയനും US-ലും ജപ്പാനിലും ഒക്കെ അലൗഡ് ആയിട്ടുള്ള അഡിറ്റീവ്സ് ആണ്. എല്ലാം അലൗഡ് ആയിട്ടുള്ള അഡിറ്റീവ്സ് ആണ്. അല്ലാണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വിഷമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല. വളരെ സേഫ് ആയിട്ടുള്ള സിട്രിക് ആസിഡ്, സോഡിയം സിട്രേറ്റ് അങ്ങനെയുള്ള കണ്ടന്റുകളുമാണ് അതിലുള്ളത്. എല്ലാം ഫുഡ് ഗ്രേഡ് ആണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ഇത് നല്ല സുന്ദര കുട്ടപ്പിയൊക്കെ ആയിട്ടുള്ള എക്സ്പോർട്ടാണ് നടക്കുന്നത്. ഓരോ മീനുകൾക്കും സെപ്പറേറ്റ് ആയിട്ടാണോ? ചെമ്മീന് വേറെ, കണവയ്ക്ക് വേറെ, സ്കൂട്ട്, കട്ടൽ ഫിഷ്. എത്ര പ്രോഡക്ട്സ് ഉണ്ട് ബിജുവിന്റെ കയ്യിൽ? ഇതിലൊരു 8ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ട്? നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ട്, പുതിയ ബയേഴ്സ്. ഇത് കാരണം വൺസ് ഇത് തുടക്കത്തിൽ അത്ര കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒത്തിരി കോമ്പറ്റീഷൻ വന്നു. എന്നാൽ കൂടെയും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് റെഗുലർ ആയിട്ട്. അതുകൊണ്ടാണ് സ്പെയിനും തായ്വാനും എന്നൊക്കെ പറയുന്നത് നല്ല ബ്രാൻഡുകളാണ്. അതെ, സ്പെയിൻ അതിന്റെ ഓൾ ഇന്ത്യ താങ്കളുടെ കയ്യിലാണ് അതിന്റെ. തീർച്ചയായിട്ടും. ഇപ്പോൾ PH7 ആയാലും ജിറാക്കോൺ ആയാലും 2 ബ്രാൻഡുകളാണ് മെയിൻലി ഇപ്പോൾ ചെയ്യുന്നത്. അവരുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്?
ഏകദേശം 120ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. അത്രയും സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് താങ്കളത് വാങ്ങുന്നുണ്ട്? തീർച്ചയായിട്ടും വാങ്ങുന്നു. അതൊരു B2B ബിസിനസ് ആണല്ലോ. അതൊരു B2B ബിസിനസ്. നമ്മൾ കസ്റ്റമറെ നമ്മൾ കാണുന്നില്ല. കസ്റ്റമറെ കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന നമ്മുടെ മീനുകളും ചെമ്മീനുകളും ഒക്കെ നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി വിടുന്ന ജോലിയാണ് ബിജുവിന്റെ ജോലി. അതെ അതെ. അതിനുള്ള പ്രോഡക്റ്റ് സപ്ലൈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുക. പക്ഷെ നന്നായി പോകുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിന് വളരെ വലിയ മാൻ പവറും ഒന്നും ആവശ്യമില്ല. വലിയ മാൻ പവർ. ബ്രാഞ്ചുകളുണ്ട് ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ ബ്രാഞ്ച് ഉണ്ട്, ബോംബെ ഉണ്ട്, ഗുജറാത്ത് വരാവലിലുണ്ട്. 3 ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത്. താങ്കൾ മാറ്റം ഭാര്യയും ബിസിനസ്സിലുണ്ടോ? ഭാര്യ ബിസിനസ്സിൽ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, താങ്കളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതെ അതെ. ഇതൊരു പ്രോസസ് ഉണ്ട്, നമ്മൾ വലിയ ടെൻഷൻ ഇല്ലാത്ത ഒരു പണിയാണ്. വലിയ ടെൻഷൻ, കാരണം ഇനീഷ്യലി നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മളതൊന്ന് മോണിറ്റർ ചെയ്ത് പ്രോപ്പർ സർവീസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഏത് രാത്രി വിളിച്ചാലും നമ്മൾ കൊടുക്കാനും സീ ഫുഡാണ്. ഇപ്പൊ ഞാൻ 9 to 5 കൊടുക്കുള്ളൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 24/7 ആണ്. ഏത് സമയത്താണ് എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിന് ഡെലിവറി അറേഞ്ച് ചെയ്യും. ആ ഒരു ബെസ്റ്റ് സർവീസിലാണ് എനിക്ക് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് എൻ്റെ പ്ലസ് പോയിന്റ്. ഏത് ടൈമിനും എപ്പോഴും കൊടുക്കാൻ ഇല്ലാത്തൊരു മാർക്കറ്റ് ആണെങ്കിലും അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട്. കാരണം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ആദിത്യ ബിർള ഉൾപ്പെടെയുള്ള ഒരു കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഫീൽഡിലുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനും പക്ഷെ നമ്മുടെ സർവീസ്, കസ്റ്റമർ സർവീസിലും ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് കസ്റ്റമർ സർവീസ്, രണ്ടും നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നത്. 10 വർഷമായി സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 10 വർഷമായി. പക്ഷെ നന്നായി പോകുന്നു. വേറെ എവിടെയെങ്കിലും ബ്രാഞ്ചുകൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പുതിയ ബ്രാഞ്ചുകൾ 3 പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ആന്ധ്രയിൽ ഓൾറെഡി അതിൻ്റെ ഭീമാവരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗോഡൗൺ എടുത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നു. 2 പിന്നെ അടുത്ത 2 ബ്രാഞ്ചുകൾ കൽക്കട്ട ആൻഡ് ഒറീസ. അവിടെയും അവർ ഇനീഷ്യൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മാർച്ചിന് മുമ്പ് ഈ 3 ബ്രാഞ്ചുകൾ കൂടെ ആകും. അപ്പോൾ മൊത്തം 6 ബ്രാഞ്ച് ആകും. ഞാൻ എത്രയാണെന്ന് ചോദിക്കുന്നില്ല, എന്നാലും എനിക്കറിയാം കോടികളുടെ വിറ്റുവരവ് നടക്കുന്നുണ്ട്. ഓക്കെ ബിജു, ഞാൻ താങ്കളെ വ്യക്തിപരമായി പരിചയപ്പെടാനും താങ്കളോട് എനിക്കൊരു അടുപ്പം തോന്നാനുമുള്ള ഒരു മെയിൻ കാരണം, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരുമായി താങ്കൾക്ക് ഒരടുത്ത ബന്ധമുണ്ട്. അവർക്കായി നിലനിൽക്കുകയും അവരുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എൻ്റെ മകൻ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഓട്ടിസ്റ്റിക് ആണ്. ഇപ്പോൾ തുടക്കകാലത്ത് അവൻ അബ്സല്യൂട്ട്ലി നോർമലായിട്ടൊരു കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞൊരു 1.5 വയസ്സിന് ശേഷമാണ് അവരിൽ റിഗ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഓട്ടിസ്റ്റിക് ബിഹേവിയറിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ സിമിലർ ആയിട്ടുള്ള പേരൻസിൻ്റെയും കുട്ടികളുടെയും ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അവരെ ഒരുമിപ്പിച്ച് ഒരു അസോസിയേഷൻ പോലെ ഒരുമിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓട്ടിസം ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തൊരു പ്രസ്ഥാനം നമ്മൾ 15 വർഷം മുമ്പ് തുടങ്ങി. 15 വർഷമായിട്ട് ഉണ്ട്. രജിസ്ട്രേഷൻ എടുത്തിട്ട് ഒരു 10 വർഷമായിട്ടുള്ളൂ. നിരവധി പേര് മെമ്പേഴ്സായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏകദേശം 100ഓളം മെമ്പേഴ്സ് നമുക്ക് നിലവിൽ ആക്റ്റീവായിട്ടുണ്ട്. ഇവരെ ഒരുമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതായത് അവർക്ക് പലരിലും ഈ അസോസിയേഷനിലൂടെ നമ്മൾ ഒത്തിരി അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ ശ്രമിച്ചു. കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും മറ്റു സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജോലികൾക്ക് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവരുടെ സ്പീച്ച് തെറാപ്പി പോലുള്ള അങ്ങനെയുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതികൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നുള്ള രീതി, അവർക്കൊരു തൊഴിൽ, അവരെ സമൂഹത്തിൻ്റെ ഒരു മുൻനിരയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ അവരിൽ പല ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരെ എംപ്ലോയബിൾ ആക്കാമെന്ന് ശ്രമിച്ചു. നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് പല സ്ഥലങ്ങളിലും പ്രാക്ടിക്കൽ ആകുന്നില്ല. കാരണം ഓട്ടിസം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, ഒരു അസുഖമല്ല. ബ്രെയിനിലോ അവരുടെ തുടക്കകാലത്തുണ്ടാകുന്ന ചില കണക്ഷനിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടൊരു അവസ്ഥ മാത്രമാണ്. അപ്പോൾ അതിൽ ചില ക്വാളിറ്റീസ് അവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടാകും, ചില ഏരിയകളിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നോർമലി കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരോടുള്ള ബിഹേവിയർ, അങ്ങനെയുള്ള സെൻസറി ഇഷ്യൂസ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോബിന് കയറും. പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഫോൺ വരും, നമുക്ക് ബുദ്ധിമുട്ടാണ്, അവരൊരു സ്ഥലത്ത് ഇരിക്കില്ല. അതെ.
അവരിൽ ബിഹേവിയർ ഇഷ്യൂസ് കൊന്നത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്കോ അങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടാണ്. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു കുറേ ആൾക്കാർ ഇരുന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഓടുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ഇവരെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന മറ്റ് എന്ത് എന്നൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയും പലർക്കും ഇപ്പോൾ പല മാതാപിതാക്കളുടെയും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ. അതെ 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 ഒരു എല്ലാ മാതാപിതാക്കളുടെയും ഞാൻ പലരുടെയും ആ അവസ്ഥ കാണുകയും ഒത്തിരിയേറെ മീറ്റിങ്ങുകളിൽ ഇവർക്ക് വേണ്ട പേരൻസിന് വേണ്ട ട്രെയിനിങ്ങുകളാണ് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ കൊടുത്തത്. കാരണം ഈ അവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്ത് എന്നാൽ മാത്രമേ അതിനടുത്തൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് വേണ്ട ഒരുമിച്ച് കൂടി നമുക്കൊരു പലരിലും കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു ഇതാണ് കുക്കിംഗ്. അങ്ങനെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് കുക്കിങ്ങിൻ്റെ ട്രെയിനിങ്ങുകൾ കൊടുത്തു. നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള അനിത എന്ന് പറയുന്ന ഹോം മേക്കറാണ് അവരുടെ കുട്ടി ഓട്ടിസ്റ്റിക്കാണ്. അങ്ങനെ നമ്മൾ ഇവർക്ക് 2019 മുതൽ ട്രെയിനിങ് കൊടുത്ത് അവരെ അതിൽ നിന്ന് വളരെയധികം താല്പര്യമുള്ളവരെടുത്തിട്ടാണ് ട്രെയിനിങ് കൊടുത്തത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്പേസ് എടുത്ത് ട്രെയിനിങ് കൊടുത്തു. ആ സമയത്ത് കൊറോണ വന്നു. പിന്നെ ഓൺലൈനിലായി ട്രെയിനിങ്. അത് കഴിഞ്ഞ് കൊറോണയുടെ കാലത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളൊരു ബിൽഡിംഗ് എടുത്ത് ഓട്ടിസം ക്ലബ്ബ് മുന്നിട്ടിറങ്ങി ഒരു ബിൽഡിംഗ് എടുത്ത് അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും അതിൽ നിന്ന് എക്സ്പേർട്ട് ആയിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട് ബേക്കറി പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളാണ് ചെയ്യുന്നത്. അതെ, ഈ കുഞ്ഞുങ്ങളാണ് ചെയ്യുന്നത്. എന്ത് ഉൽപ്പന്നങ്ങൾ? മെയിനായിട്ട് ബ്രൗണീസ്, കുക്കീസ് ഒക്കെയാണ് ചെയ്യുന്നത്. 10-20ഓളം പ്രോഡക്റ്റുകൾ നമ്മളുടേതായിട്ടുണ്ട്. വെരി ഗുഡ്. അത് എന്ത് ബേസിലുള്ള ഇതാണ് ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് തന്നെ ഇപ്പം മൈദ, ഷുഗർ, ചോക്ലേറ്റ് അങ്ങനെ അവർ പലതിനോടും അലർജിക്കാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് തോന്നി ഓക്കെ ഈ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന പ്രോഡക്റ്റ് കുട്ടികൾക്കെങ്കിലും കഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള തന്നെ മറ്റുള്ള കുട്ടികൾക്കും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നാണ് നമ്മൾ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത്. അതിൽ മൈദ ഉപയോഗിക്കില്ല, വൈറ്റ് ഷുഗർ ഉപയോഗിക്കില്ല, ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വെച്ചിട്ട് നമ്മുടെ കുട്ടികൾ ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കണം. അതോടൊപ്പം തന്നെ ഇവരിലുള്ള ആ ഒരു ടോട്ടൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. അത് സക്സസ്ഫുൾ ആയോ? തീർച്ചയായിട്ടും 100% സക്സസ്ഫുൾ ആണ്. എക്സലന്റ്. എന്താണ് ബ്രാൻഡ് പേര്? ഓസം ബൈറ്റ്സ് എന്നാണ് ബ്രാൻഡ് പേര്. ഓസം ബൈറ്റ്സ്. അത് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് അത് വിൽക്കുന്നത്? നിലവിൽ നമ്മൾ എക്സിബിഷൻസ് നമുക്ക് ഒത്തിരിയേറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. റോട്ടറി ക്ലബ്ബ് അങ്ങനെയുള്ള പല ഘടനകളും നമ്മൾ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാഗസിൻ, ന്യൂസ് ചാനൽസ് എല്ലാവരും നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമുള്ള എല്ലാ എക്സിബിഷൻസിലും നമ്മുടെ പ്രസൻസ് ഉണ്ടാകും. പിന്നെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി, അങ്ങനെയാണ് നമുക്ക് പബ്ലിസിറ്റി കിട്ടുന്നത്. ഓൺലൈൻ സെയിലുണ്ട്. അപ്പോൾ മാക്സിമം ഓൺലൈൻ സെയിലുകളും പിന്നെ വൺസ് ഇറ്റ് യൂസ് ചെയ്തവരെല്ലാവരും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യും. അത് ശരി. അപ്പോൾ ഇതൊരു കുട്ടികളുണ്ടാക്കിയത് കൊണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഒരു രീതിയിലും നമ്മൾ ആ ഒരു രീതിയിലല്ല അത് പ്രൊമോട്ട് ചെയ്യാറുമില്ല. അവരോടുള്ള സഹതാപത്തിന്റെ ആവശ്യമില്ല. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റിന്റെ കേസിൽ നമുക്ക് ആരുടെയും സഹതാപം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഒരു പ്രോഡക്റ്റ് ഒക്കെ മെയിനായിട്ട് ഒരു ചോക്ലേറ്റ് ബ്രൗണി അതെടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഹെൽത്തിയാണ്, റാഗി ആണ്, മില്ലറ്റ് ബേസ്ഡ് പ്രോഡക്റ്റാണ്. നമുക്ക് പബ്ലിക്കലി കിട്ടുന്ന ഏത് പ്രൊഡക്റ്റിനേക്കാളും ഏത് ബ്രൗണിയേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് നിൽക്കും ടേസ്റ്റിൽ. ക്വാളിറ്റി, ടേസ്റ്റ് എല്ലാം ബെറ്റർ. അപ്പോൾ ഇന്ന് എത്ര കുട്ടികളുണ്ട് അത് മാനുഫാക്ചർ ചെയ്യാൻ? ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 6 കുട്ടികളും അവരുടെ അമ്മമാരുമാണ് വരുന്നത്. അവരാണിത് ഉണ്ടാക്കുന്നത്. താങ്കളുടെ മകന് ഇപ്പോൾ എന്ത് പ്രായമുണ്ട്? എൻ്റെ മകന് 20 വയസ്സ് പ്രായമുണ്ട്. കോടികൾ വിറ്റുവരെയുള്ള താങ്കളൊരു സംരംഭകനാണ്. താങ്കളുടെ മകൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ മകൻ ഈ ഓസം ബൈറ്റ്സിൽ ഈ മറ്റു കുട്ടികളോടൊപ്പം തന്നെ നിന്ന് എല്ലാ വർക്കുകളും ചെയ്ത് അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഐ സല്യൂട്ട് യു. കാരണം മകനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് താങ്കളുടെ ലക്ഷ്യം. അതെ, ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മളില്ലെങ്കിലും
അവനെ സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. ഓരോ പേരൻറ്റിൻ്റെയും ആഗ്രഹം അതായിരിക്കും. പക്ഷെ പലരും അതങ്ങോട്ട് കുട്ടികളെ വീട്ടിൽ തന്നെ ഒതുക്കി നിർത്തി അങ്ങനെ പോവുകയാണ്. പിച്ചു, അതുപോലെ തന്നെ വേറെയും പ്രോഡക്ട്സ് ഇവർ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇവരിൽ ഡയറികൾ, നമ്മൾ കലണ്ടർ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വർഷവും നമ്മൾ ഈ കുട്ടികളുടെ കഴിവുകൾ പബ്ലിക്കലി അറിയപ്പെടണം. അവരുടെ പെയിൻറ്റിങ്ങുകൾ വെച്ചിട്ട്, അവരുടെ പാട്ടുകൾ, അവരെഴുതിയ സോങ്സ് വെച്ചിട്ട് അത് നമ്മൾ പബ്ലിക്കലി അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ടേബിൾ കലണ്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇയർ വിപ്രോ അവരുടെ എല്ലാ കൺട്രീസിലേക്കും ഉള്ള കലണ്ടർ ഞങ്ങളിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വരച്ച പെയിൻറ്റിങ്ങുകളും വെച്ചിട്ട് ഓക്കെ വിപ്രോയുടെ ഓരോ ഇപ്പോൾ യു എസിലുള്ളതും യു കെയിലുള്ളതും അങ്ങനെ അവരുടേതായ കുറച്ച് ഫോട്ടോസും കൂടെ എല്ലാം കൂടെ മിങ്കിൾ ചെയ്തിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ടിനുള്ള ഓർഡർ നമുക്ക് കിട്ടി. അതോടൊപ്പം അതായത് നമ്മുടെ കുട്ടികളുടെ ടാലന്റുകൾ ലോകത്ത് എല്ലായിടത്തും എത്തിക്കാൻ ഞാൻ വളരെ മനോഹരമാണ് ആ കുഞ്ഞുങ്ങൾ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ. അതെ 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 അതെ. അത് എല്ലാ വർഷവും അപൂർണതയാണ് പൂർണ്ണത എന്ന് പറയുന്നത് പോലെയാണ്. വളരെ ഭംഗിയായിട്ടുണ്ട് അതല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഓട്ടിസം അതൊരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. അതെ, ഓട്ടിസം അത് വർഷങ്ങൾക്ക് മുമ്പ് അതൊരു അസുഖം എന്നുള്ള രീതിയിൽ പലരും അതിനെ മിസ്യൂസ് ചെയ്യുകയും പലതരം മെഡിസിൻസ് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കുട്ടികളെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നിരവധി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമായിരുന്നു. പക്ഷേ അത് പിന്നീട് അതിനെ ഉൾക്കൊള്ളാനും അതൊരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. ബ്രെയിനിലെ കണക്ഷൻസിലുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യസ്തത. അതുപോലെ തന്നെ കുട്ടികൾ വളരെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. ചില മേഖലയിൽ അവരുടെ കഴിവ് നമുക്ക് അത്ഭുതം തോന്നുന്ന കഴിവുള്ള. തീർച്ചയായിട്ടും ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്. അതായത് ഈ കണക്ഷൻസ് മാറി വരുന്നതിനനുസരിച്ചിട്ട് ചില ഏരിയകളിൽ അവർ ടോപ്പ് എൻഡ് ആയിരിക്കും, ചില ഏരിയകൾ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ അവന് ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ടാറ്റയുടെ അവാർഡ് കിട്ടി ഇവിടെ ഫോട്ടോഗ്രാഫിയിൽ. വെരി ഗുഡ്. അവനിവിടുന്ന് അവിടുന്ന് ടാറ്റ നഗറിൽ പോയി, ഇവിടുന്ന് എൻ്റെ വൈഫും മകനും കൂടി അവിടെ പോയി അവാർഡ് മേടിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് അവിടുത്തെ ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി വരുന്നു. അപ്പോൾ സർട്ടൻ കുട്ടികളിൽ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കഴിവ്. ചിലർക്ക് ഇപ്പോൾ നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് പറഞ്ഞാൽ അത് ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് ഏത് ഡേ ആണെന്ന് ഇമ്മീഡിയറ്റ് പറയും, വിത്തിൻ സെക്കൻഡ്സ്. അങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ടാലൻറ്റുകളുണ്ട്. അതുപോലെ ചിലരുടെ അത് നല്ലതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മൈൻഡ് റീഡിങ് ഉണ്ട് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ അവരൊത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്ന. അതെ 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 അതെ. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. കാരണം അവർ അടുത്തുള്ളവൻ്റെ മനസ്സിലുമുള്ളത് മുഴുവൻ ഇവൻ്റെ മനസ്സിൽ കേട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ, അതായത് നമ്മളത് വലിയൊരു കഴിവായിട്ട് കാണിക്കുമ്പോൾ തന്നെ അവർക്കതൊരു പ്രശ്നമാണ്. അതുപോലെ ഒത്തിരിയേറെ ടാലന്റുകൾ ഒത്തിരി. ബിജു, അതുപോലെ തന്നെ താങ്കളൊരു ഓട്ടിസം കുട്ടിയുണ്ട്, പക്ഷേ താങ്കൾ അതിനെ അതിജീവിച്ച ഒരാളാണ്. എത്രയോ മാതാപിതാക്കളുണ്ട് ഈ കുട്ടികളെ ഇവർ പുറത്തേക്ക് ഇറക്കാറില്ല, അവർ അകത്ത് തന്നെ മറച്ചു വെച്ചുകൊണ്ട് വിഷമിച്ച് കുറേ പാരൻസ് ഉണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഇവരോട് പറയാം, അതായത് ഇതൊരു അവസ്ഥയാണ്. ഇപ്പം നമ്മൾ മാതാപിതാക്കളുടെ പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടായ ഒരു സംഭവമല്ല. ഈ കുട്ടികളെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം. നമ്മൾ എവിടെ പോകുന്നോ, നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നോ അവിടെ എല്ലാം കൊണ്ടുപോയി ഈ സൊസൈറ്റിയുമായിട്ട് മിങ്കിളാക്കണം. ഇത് പലപ്പോഴും കുട്ടികളെ അത് വീട്ടിൽ തന്നെ കുട്ടിയെ നിർത്തുക. നമ്മൾക്കൊരു ഓട്ടിസം കുട്ടിയുണ്ട് എന്ന് പറയാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. എൻ്റെ മകൻ ഓട്ടിസ്റ്റിക് ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അതിൽ. അവൻ ഔട്ട്സ്റ്റാൻഡിങ് ടാലൻറ്റുകളുണ്ട്. അപ്പം അതുപോലെ ഈ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ആദ്യമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആക്സെപ്റ്റ് ചെയ്ത് അവരിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ടാലൻറ്റുകളുണ്ട്. ആ ടാലൻറ്റുകളെ നമ്മൾ കാണാത്ത രീതിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവനിലുള്ള ടാലൻറ്റ് ഇല്ലാണ്ടായി പോവുകയുള്ളൂ. അപ്പോൾ ഇവരുടെ ടാലൻറ്റുകൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളവരെ സമൂഹത്തിൻ്റെ എല്ലായിടങ്ങളിലേക്ക് ഇറങ്ങി പോകണം. എല്ലായിടത്തും മിങ്കിൾ ചെയ്ത് ഡെവലപ്പ് ചെയ്യണം.
അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾക്ക് കൊടുക്കാം. പലതും അവർക്ക് ട്രെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ അവസ്ഥയെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ചെയ്യുക, അല്ലാതെ മരുന്നുകളുടെ പുറകെ പോകാനേ പാടില്ല. ഇന്ന് ഈ ഒരു വെഞ്ചർ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന വെഞ്ചർ അത് ഇനിയും കുറേ ആൾക്കാരെ സഹായിക്കാനാവില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ 7-6 കുട്ടികളും അവരുടെ അമ്മമാരും മാത്രമേ ഇപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നിലവിലുള്ളൂ. നമുക്ക് നിരവധിയായിട്ടുള്ള ഓർഡറുകൾ വരുന്നുണ്ട്. പക്ഷേ ഇനിയും കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ അവയർനെസ് എത്തിച്ച് മുന്നോട്ട് പോകണം. അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കുട്ടികൾക്ക് ഇനിയും അവസരം കൊടുക്കാനാവും. തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാനാകും. നമുക്ക് അതിന് നമ്മൾക്ക് ഇതിന് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്ത് മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്ത് കൂടുതലായിട്ട് നമുക്ക് സെയിൽ ചെയ്ത് പറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളെ വളർത്തുകയും നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയും കൂടുതൽ ഇടങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനും കൂടുതൽ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കി ഈ സമൂഹത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിൽ ഒരു സെയിൽസ് ഒരു ഘടകമാണ് അല്ലേ? ഇപ്പം ഞാനും താങ്കളുമായി സംസാരിക്കുമ്പോൾ എന്നെ ആലോചിക്കുകയാണ്, എവിടെയെങ്കിലൊക്കെ ഔട്ട്ലെറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാരത് വാങ്ങാൻ തയ്യാറാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂസുഫ് അലി സാറിനെ പോലുള്ളവരൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നു. ഇതുപോലെ അപ്പോൾ ഈ കുട്ടികളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുകയും ഇതുപോലുള്ള ഇപ്പോൾ ലുലു തന്നെ എത്രയോ ബ്രാഞ്ചുകളുണ്ട്, അതേപോലെയുള്ള ബ്രാഞ്ചുകളിൽ നമുക്കൊരു ചെറിയ കിയോസ്ക് പോലെ എന്തെങ്കിലും വയ്ക്കുകയും നമ്മൾ ആ ഒരു ഇതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. ബാധിച്ച കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന രീതിയിലല്ല, നല്ല ഉൽപ്പന്നമാണ്, ഹെൽത്തിയാണ്, ക്വാളിറ്റിയാണ്, ടേസ്റ്റിയാണ്. എന്നാൽ അത് അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. വലിയ കാര്യമാണത്. യൂസുഫ് അലി സാറൊക്കെ ഇത് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തെ പോലുള്ള നിരവധി നല്ല ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. ആരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്തരം കുട്ടികളെ നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുവരണം. ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല, കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്ന് മാക്സിമം കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ആ ഒരു സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റണം. കാരണം ഇതുവരെ പലരും ഈ ചെറിയ ചെറിയ വർക്കുകളെ കൊണ്ട് ഇവർ ഏൽപ്പിക്കാറുള്ളൂ, പേപ്പർ കവർ അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് പ്രൊഡക്റ്റുകൾ കൂടുതൽ ബേക്കറി പ്രൊഡക്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ജാംസ് അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് എന്നാലേ അവർക്കുള്ള ഇൻകം കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ 6 കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് ആ മന്ത്ലി പൈസ കിട്ടുമ്പോൾ അവരിൽ കാണുന്ന ഒരു സന്തോഷം, അവരധ്വാനിച്ചുണ്ടാക്കിയ, അതെ, അത് അവരിലുണ്ടാക്കുന്ന സോഷ്യലി അവരിലുണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റും. കാരണം അവർ സമൂഹത്തോട് ഇടപെടാൻ കൂടുതലായിട്ട് പഠിക്കുകയാണ് ഈ 6 കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ. അതുപോലെ ഈ 6 അമ്മമാർ അവരെയും നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് ഇവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞു കൂടേണ്ടവരല്ല അവരും ഈ സമൂഹത്തിൽ പ്രയോജനകരമായ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അപ്പോൾ അവരും ഹാപ്പിയാണ്, കുട്ടികളും ഹാപ്പിയാണ്. ഒരു ദിവസം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടികളാകെ അസ്വസ്ഥരാകുന്ന അവസ്ഥ. കാരണം അത്രമാത്രം എൻജോയ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ ഒരു ഭാഗം അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ നമ്മളില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താവും എന്ന് ചിന്തിക്കുന്ന ഓട്ടിസമുള്ള കുട്ടികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ വളർത്തുകയാണെങ്കിൽ നമ്മളൊന്നും ഇല്ലെങ്കിലും കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആകും. കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അതിനുള്ള സോഴ്സുകൾ നമുക്ക് നിലവിലുണ്ട്. നമ്മളത് കണ്ടുപിടിച്ച് അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. താങ്കൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കാരണം ചിലപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിന്ന് പോകേണ്ടവരാണ് വന്നപ്പോൾ, പക്ഷെ താങ്കൾ പോലും താങ്കൾക്ക് വേണമെങ്കിൽ പണം കൊടുത്ത ഒരാളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഈ ലോകത്തുനിന്ന് പോകാമായിരുന്നു. പക്ഷെ താങ്കൾ അപ്പോഴും താങ്കളുടെ 20 വയസ്സുള്ള മകനെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് താങ്കൾ. അതെ. കാരണം ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ കുട്ടികളുടെ കഴിവ് അവർക്ക് നാളെ നമ്മളില്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. കാരണം അതാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ പേരൻസിൻ്റെയും മനസ്സിലുള്ളൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആക്സെപ്റ്റ് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക, ചെയ്യുക. ബിജു, ഇനി ഈ സംഘടന ഇനിയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്ക് ഇതിൽ അംഗങ്ങളാവാനൊക്കെ താല്പര്യം ഉണ്ടാവും. ആർക്ക് വേണമെങ്കിൽ അംഗങ്ങളാവാം അല്ലേ? തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും ഓട്ടിസം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഈ സംഘടനയിൽ അംഗങ്ങളാകാം. ഇത് കൊച്ചി ആസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓട്ടിസം ക്ലബ് എറണാകുളം എന്ന രീതിയിൽ എറണാകുളത്താണ് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇതിന് അംഗങ്ങളാവാം. തീർച്ചയായിട്ടും ഇത്തരം അവരെ കുട്ടികളെ സ്വയം പര്യാപ്തതയിലോട്ട് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇത് ഭാവിയിൽ നമ്മുടെ എല്ലാ നല്ല മനസ്സുള്ള ആൾക്കാരും ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി തുടങ്ങുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷം. തീർച്ചയായിട്ടും അതൊരു വലിയൊരു നല്ല കാര്യമായിരിക്കും. നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കുവാൻ കൂടെ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്താൽ, അതായത് വലിയ വലിയ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് കിട്ടും പ്രതീക്ഷിക്കുന്നു. ഓസം ബൈറ്റ്സിന്റെ ഭാവി പരിപാടികൾ എന്താണ്? അപ്പോൾ ഭാവി പരിപാടികൾ കുറെ കൂടെ ആളുകളിലേക്ക് എത്തിക്കുക, ഇതിന് താല്പര്യമുള്ള ആയി വരുന്ന കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക, കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യുക, പ്രൊഡക്റ്റുകൾ കുറെ കൂടെ കൂട്ടുക, കുറേ സ്ഥലങ്ങളിലേക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യാം. ആ രീതിയിൽ ആയി വരുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾ കേട്ടു ബിജു എന്ന ഈ സംരംഭകൻ്റെ ബിസിനസ് യാത്രയും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലുണ്ടായ ഒരനുഭവം. അങ്ങനെയാണ് അദ്ദേഹം വളരെ സമൂഹത്തിലൊരു നന്മയാകുന്ന രീതിയിലുള്ള ഒരാശയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നതെന്ന്. അദ്ദേഹം ഒരു സക്സസ്ഫുള്ളായ സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ ആശയം, സംരംഭത്തിലെ ആശയം എന്ന് പറയുന്നത്, നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന മീനിനെയും ചെമ്മീനിനെയൊക്കെ സുന്ദരക്കുട്ടപ്പന്മാരും സുന്ദരക്കുട്ടികളായിട്ടും ഒക്കെയാണ് ഇവിടുന്ന് വിടുന്നത്. അതിനുള്ള ഒരു പ്രോഡക്റ്റാണ് അദ്ദേഹം വിൽപ്പന ചെയ്യുന്നത്. പക്ഷേ അതിലൊതുങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ആ ജേർണി. അദ്ദേഹത്തിൻ്റെ മകൻ ഓട്ടിസം ഉള്ള കുട്ടിയാണ്. പക്ഷെ അത് അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. 20 വയസ്സുള്ള ആ മകനെ സ്വയം പ്രാപ്തി ഉണ്ടാക്കാനായി അദ്ദേഹം ഓസം ബൈറ്റ്സ് എന്ന ഒരു പ്രോഡക്റ്റ്, ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ അതിൽ മകനും ഉണ്ടത്രേ. കുറച്ച് വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഞാനിതുപോലൊരു വേദിയിൽ ഒരു മകനുമായി പാരൻസ് എന്നെ കാണാൻ വന്നിരുന്നു. സംസാരിക്കുന്ന സമയത്ത് മകൻ എൻ്റെ കണ്ണിലേക്ക് നോക്കുന്നില്ല, കുമ്പിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഹലോ മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിതാവിൻ്റെ മുഖം ഒന്ന് വാടി. അമ്മ എന്നോട് വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്, സാറേ അവൻ ഓട്ടിസമാണ്. ഞാൻ ചോദിച്ചു അതിനെന്താണ്, മോനെ വന്നേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ പയ്യൻ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നിട്ട് സ്പീച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ലോ വോയിസിലാണത് പറഞ്ഞത്. ഞാനത് ചേർത്ത് നിർത്തി. അവരെ രണ്ടുപേരെയും കണ്ണ് നിറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവരെ നോക്കിക്കൊണ്ട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, എന്തിനാണ് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത്? അല്ല, മകൻ്റെ ഈ അവസ്ഥ ഞാൻ അവരോടൊന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാനൊന്നും മറന്നിട്ടില്ല. അവസ്ഥയാണ്. ദൈവം ചില കുഞ്ഞുങ്ങളെ നമ്മളെ ഏൽപ്പിക്കണമെങ്കിൽ നമ്മൾ സ്പെഷ്യലായിരിക്കും. ഇത്തരം നല്ല കഴിവുള്ള ഓട്ടിസം ഉള്ള കുട്ടികളെ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനെ ഭംഗിയായിട്ട് വളർത്തുക. എവിടെയും ഇപ്പം ഇന്ന് കൊണ്ടുവന്ന പോലെ എല്ലായിടത്തും കൊണ്ടുപോവുക. അഭിമാനപൂർവ്വം പറയുക, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. അവർ ഷേക്ക് ഹാൻഡ് തന്നു പോകുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷമായിരുന്നോ, സംതൃപ്തിയായിരുന്നോ, പുഞ്ചിരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കണ്ണ് നനഞ്ഞിരുന്നു. എത്രയോ കുട്ടികളുണ്ട്. ഇത്തരം ആൾക്കാർ, മാതാപിതാക്കളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നമ്മുടെ മക്കളുമായി പുറത്തു പോവുക. അവരുടെ കുറവുകളൊന്നും കുറവല്ല. നമുക്കുള്ള കുറവുകൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ കുറവുകൾ എന്താണ്? നമുക്കല്ലേ കുറവുകൾ അധികവും. അവർ നല്ല കുഞ്ഞുങ്ങളല്ലേ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളല്ലേ. ബിജുവിനെ പോലെ നല്ല കുറേ മനുഷ്യരുണ്ടെങ്കിൽ ഈ സമൂഹം, നമ്മളതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നത്. ഇത്തരം നന്മയുള്ള നല്ല മനുഷ്യരും ഈ സമൂഹത്തിൽ ഉണ്ടായെങ്കിലേ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ബിജു, വളരെ അമേസിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒത്തിരി സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. റോട്ടറി ക്ലബ്ബ് അങ്ങനെയുള്ള സപ്പോർട്ടുകൾ. പിന്നെ കഴിഞ്ഞ വർഷത്തെ മനോരമ ന്യൂസിൻ്റെ പെൺതാരം അവാർഡ് ഞങ്ങൾക്കാണ് കിട്ടിയത്. ഓസം ബൈറ്റ്സിനാണ് കിട്ടിയത്. സമൂഹം നമ്മൾ ഒത്തിരിയേറെ ആക്സെപ്റ്റ് ചെയ്ത് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. കൂടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെ, കാലം കഴിയുന്തോറും ആ ഒരു ആക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബിജു, താങ്കൾ ചെയ്യുന്ന അതൊരു വലിയ കാര്യം തന്നെയാണ്. താങ്കളുടെ സംരംഭം യൂണീക്കാണ്. പക്ഷെ അതിനേക്കാളുപരി താങ്കളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിലേക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാനെന്നും താങ്കളോടൊപ്പമുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്കളുടെ സംരംഭത്തിനും ഓസം ബൈറ്റ്സിലെ ആ കുഞ്ഞുമിടുക്കന്മാരും കുഞ്ഞുമിടുക്കികൾക്കും. അവരോടെല്ലാവരും അന്വേഷണം പറയുക, അവർ ഉയരങ്ങളിലെത്തട്ടെ, സ്വയം പ്രാപ്തി നേടട്ടെ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.